ഒരു രസകരമായ മോഷണത്തിന്റെ വാർത്തയിലേക്കാണ്. പാലക്കാട് വടക്കഞ്ചേരിയിൽ ഉടമയുടെ കൺമുന്നിൽ വെച്ച് ബൈക്ക് മോഷ്ടിച്ചു. പന്നിയങ്കരയിലാണ് സംഭവം. കിഴക്കഞ്ചേരി സ്വദേശി സതീഷിന്റെ ബൈക്കാണ് മോഷണം പോയത്. വാഹനം നിർത്തി സുഹൃത്തുമായി സംസാരിച്ചിരിക്കെയാണ് ബൈക്ക് മോഷണം പോയത്. കാലത്ത് 11 മണിക്കാണ് ആ വീട്ടിലെത്തുന്നത്. ആ വീടിൻ്റെ നാളത്തെ പണിയുടെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനും വൈകിട്ടാണ് പോയത്. വണ്ടി അപ്പോൾ അവരുടെ വീടിൻ്റെ മുമ്പിൽ ഞാൻ നിർത്തേണ്ടായി. താക്കോല് മീൻസ് അഴിച്ചു വെച്ചില്ല. അപ്പോൾ സംസാരിച്ച് ഞങ്ങൾ ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോഴേക്ക് സംസാരിച്ച് ഇറങ്ങുന്ന ആ ഒരു ഗ്യാപ്പിനനുസരിച്ച് ഈ പുള്ളി വന്ന് പെട്ടെന്ന്, ഞാൻ കണ്ടിട്ടുമില്ല ഒന്നുമില്ല, പെട്ടെന്ന് വണ്ടി കയറിയിരുന്നു. ഷാർട്ടാക്കിയപ്പോഴാണ് ഞാൻ എൻ്റെ വണ്ടിയിലേക്ക് ഞാൻ ശ്രദ്ധിച്ചത്. വേഗം ചാടി കയറി പിടിക്കാൻ വേണ്ടി പോയപ്പോൾ എനിക്ക് പിടുത്തം കിട്ടിയില്ല, തെന്നി പോവുകയാണ് ചെയ്തത്. നല്ല ഹൈ സ്പീഡിൽ പുള്ളി വണ്ടി എടുത്തിട്ട് അങ്ങനെ കയറി പോവുകയാണ് ഉണ്ടായത്. നിഖിൽ പ്രമേശ് ഒന്ന് ഉറക്കെ വിളിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ പറയുന്നത് പോലെ ഉറക്കെ ശബ്ദിച്ചിരുന്നെങ്കിൽ ആ ബൈക്ക് അവിടെ ഇട്ട് മോഷ്ടാവ് ചിലപ്പോൾ പോയേനെ അല്ലേ? തീർച്ചയായിട്ടും സുഹൈൽ, മരപ്പണിക്കാരനായിട്ടുള്ള സതീഷ് വലിയ വിഷമത്തിലാണ്. കാരണം അദ്ദേഹത്തിന്റെ പണിയുടെ ടൂൾസ് ഉൾപ്പെടെ ഈ വാഹനത്തിലാണ് ഉണ്ടായിരുന്നത്. അതും കൺമുന്നിൽ നിന്നൊരാള് നമ്മൾ പൊന്നുപോലെ കൊണ്ടെടുക്കുന്ന ഒരു ബൈക്ക് മോഷ്ടിച്ചുകൊണ്ട് പോകുക എന്ന് പറയുമ്പോൾ വലിയ പ്രയാസം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇന്നുച്ചയ്ക്ക് 12 മണിക്കാണ് ഈ സംഭവം. പന്നിയങ്കരയിലുള്ള വിജയകുമാറിന്റെ വീട്ടിലേക്ക് ജോലി ആവശ്യത്തിനായി ബന്ധപ്പെട്ടെത്തിയതായിരുന്നു സുഹൃത്ത് സതീഷ് കുമാർ. വാഹനം നിർത്തി വിജയകുമാറുമായി സംസാരിച്ച ശേഷം തിരികെ വണ്ടി എടുക്കാൻ നോക്കുമ്പോഴാണ് ഈ സംഭവം. അപരിചിതനായ ഒരാൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വേഗം കടന്നു കളയാൻ ശ്രമിക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ മടങ്ങിപ്പോകണം എന്നുള്ളതുകൊണ്ട് കീ ഈ വാഹനത്തിൽ നിന്ന് എടുത്തിരുന്നത്. നമ്മൾ പലരും അങ്ങനെ പെട്ടെന്ന് പോകണമെങ്കിൽ കീ എടുത്ത് കയ്യിൽ വെക്കാറില്ല. അതാണ് സംഭവിച്ചത്. എന്തായാലും ഓടിച്ചെന്ന് സതീഷും സുഹൃത്തും ഈ ബൈക്കിൽ പിടിച്ചെങ്കിലും ഇയാൾ അതിവേഗതയിൽ ബൈക്ക് എടുത്ത് മുന്നോട്ട് പോവുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് പിടിച്ചു നിർത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അതാണ് സംഭവിച്ചത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടിപ്പോൾ വടക്കഞ്ചേരി പോലീസിൽ ഇവർ പരാതി നൽകിയിട്ടുണ്ട്. വടക്കഞ്ചേരിയിൽ നിന്നും വാളുവച്ചപ്പാറ ഭാഗത്തുകൂടെയാണ് ഇവർ പോയത്. ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ അവിടെ നടത്തിയെങ്കിലും ഫലമുണ്ടായിട്ടില്ല. എന്തായാലും വടക്കഞ്ചേരി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസിന് ഈ മോഷ്ടാവിന്റെ CCTV ദൃശ്യങ്ങളും ലഭിച്ചിട്ടുണ്ട്. അത് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. തന്റെ ടൂൾസ് ഉൾപ്പെടെ ആ വാഹനത്തിലാണ്. ആർക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ വടക്കഞ്ചേരി പോലീസിനെ ബന്ധപ്പെടണമെന്നാണ് സതീഷ് വേദനയോടുകൂടി പറയുന്നത്. സുഹൈൽ, ശരി, നിഖിലാണ് വിശദാംശങ്ങൾ നൽകിയത്.